വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ഇത് വിവോ V30 Lite 5G, വിവോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ ഇത് ലോഞ്ച് ചെയ്തിട്ടില്ല. ഏകദേശം ഒരാഴ്ചയോളമായിട്ട് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരാഴ്ചത്തെ യൂസർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടാവുക. മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള ധാരണ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എന്നും പറയാറുള്ള പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ചാനലും വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളി. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂയിലേക്ക് കടക്കാം. ബോക്സിനകത്ത് നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് GPU കേസ് ലഭിക്കുന്നുണ്ട്. 80 വാട്ടിൻ്റെ വിവോ ഫ്ലാഷ് ചാർജർ അഡാപ്റ്റർ ഉണ്ട്. Type A to Type C ചാർജിങ് കേബിളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു സിം എജക്ടർ ടൂൾ, പിന്നീട് നമ്മുടെ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള വിവോ V30 Lite 5G. രണ്ട് കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. ക്രിസ്റ്റൽ ബ്ലാക്കും ലെതർ പർപ്പിളും. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ക്രിസ്റ്റൽ ബ്ലാക്കിൽ പ്ലാസ്റ്റിക് ബോഡിയാണ് പിറകിൽ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ലെതർ പേർപ്പിൾ ഉപയോഗിച്ചിരിക്കുന്നത് വെഗൻ ലെതറാണ്. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ രണ്ട് കളേഴ്സിലും ഡിഫറൻ്റ് ആയിട്ടുള്ള ബോഡി മെറ്റീരിയലാണ് പിറകിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ക്രിസ്റ്റൽ ബ്ലാക്കിൽ പ്ലാസ്റ്റിക്കും ലെതർ പേർപ്പിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് വെഗൻ ലെതറാണ്. അതിൽ തന്നെ ബോർഡേഴ്സിൽ നമുക്കൊരു സ്റ്റിച്ച് പാറ്റേൺ കാണാൻ സാധിക്കും. പ്ലാസ്റ്റിക്കിലാണെങ്കിൽ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേണും കൂടി കാണാൻ പറ്റുന്നുണ്ട്. രണ്ടിൻ്റെ ബോഡി ഫ്രെയിം വരുന്നത് പ്ലാസ്റ്റിക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 7.99 mm ആണ് ഇതിൻ്റെ ബോഡി തിക്നെസ്. അതുപോലെ തന്നെ 191 ഗ്രാമാണ്. ലെതറിലെങ്കിൽ 7.79 mm ആണ് ഇതിൻ്റെ പ്ലാസ്റ്റിക് മെറ്റീരിയൽ. അതുപോലെ തന്നെ 186 ഗ്രാമാണ് ഇതിൻ്റെ ബോഡി വെയിറ്റ് വരുന്നത്. കമ്പാരിറ്റീവ്ലി കുറച്ച് ലൈറ്റ് വെയിറ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ക്യാമറ മൊഡ്യൂളിൻ്റെ ഭാഗം എടുത്തു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമുക്കൊരു അല്പം ബൾജായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ബോക്സി ഡിസൈൻ ആയിട്ട് തോന്നുമെങ്കിലും അത് ശരിക്കും ബോഡിയോട് ചേർന്നിട്ടുള്ള രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരല്പം ബൾജായിട്ട് നിൽക്കുന്ന 3 സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ക്യാമറ കൂടി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാലാണ് വോളിയം ബ്രോക്കേഴ്സും അതുപോലെ തന്നെ പവർ ബട്ടണും കാണാൻ സാധിക്കുക. മുകൾ വശത്തായിട്ട് നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്. താഴ്വശത്താണ് സിം ട്രേ യൂസ് ചെയ്തിരിക്കുന്നത്. ഹൈബ്രിഡ് സിം കാർഡ് സ്ലോട്ടാണ്. ഒരേ സമയം നമുക്ക് 2 നാനോ സിം കാർഡ് അല്ലെങ്കിൽ ഒരു നാനോ സിം കാർഡ് പ്ലസ് മെമ്മറി കാർഡ് എന്നുള്ള രീതിയിൽ ഇൻറ്റേർണൽ മൈക്ക്, Type C ചാർജിംഗ് പോർട്ട്, സ്പീക്കറുകൾ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഡിസൈനിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഓവറോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയാണ് ഫീൽ ചെയ്തത്. ഡിസ്പ്ലേയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.67 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz ആണ് റിഫ്രഷ് റേറ്റ് വരുന്നത്. ഫുൾ HD+ ആണ്. റെസൊല്യൂഷന് 394 പിക്സൽ പെർ ഇഞ്ച് ആണ് ഡെൻസിറ്റി. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഷാർപ്പായിട്ടുള്ള ഡിസ്പ്ലേ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. താരതമ്യേന തിന്നായിട്ടുള്ള ബസിലാണ് ഈ ഒരു രണ്ട് സൈഡിലും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫുൾ വ്യൂ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. 1800 nits ആണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് ലെവൽ. അതുകൊണ്ട് തന്നെ നമ്മൾ വെളിയിലൊക്കെ പോയാൽ തന്നെ നല്ല രീതിയിൽ ഇതിൽ കാര്യങ്ങൾ റീഡ് ചെയ്യാൻ സാധിക്കുന്നത്. നല്ല അത്യാവശ്യം വൈബ്രൻ്റ് ആയിട്ടും കളർഫുൾ ആയിട്ടുള്ള വിഷ്വലൊക്കെ നമുക്ക് ഇതിൽ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഡിസ്പ്ലേ വൈസ് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ലഭിക്കുന്നതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് എനിക്കിതിൽ ഫീൽ ചെയ്തത്. Qualcomm Snapdragon 4 Gen 2 എന്ന് പറയുന്ന 5G ചിപ്സെറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 4 nm ടെക്നോളജിയാണ് യൂസ് ചെയ്തത്. ഒക്ടാ കോറിൽ 2.2 GHz ആണ്. ക്ലോക്ക് സ്പീഡ് Adreno 613 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. GPU എനിവേ പെർഫോമൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരാഴ്ച യൂസ് ചെയ്തിട്ട് എനിക്ക് പറയത്തക്ക രീതിയിൽ ഇഷ്യൂ ഒന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. വളരെ ഫാസ്റ്റ് ആയിട്ടും സ്മൂത്ത് ആയിട്ടും നല്ല രീതിയിൽ തന്നെ ഇതിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. 12GB റാമിൽ 256GB എന്ന് പറയുന്ന മെമ്മറി വേരിയൻ്റാണ് അവൈലബിൾ ആകുന്നത്. അത് തന്നെ നമുക്ക് 1TB വരെ നമുക്കിതിൽ മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ സാധിക്കും. ഹൈബ്രിഡ് സിം കാർഡ് സ്ലോട്ടാണ്. ഒരേ സമയം 2 നാനോ സിം കാർഡ് അല്ലെങ്കിൽ ഒരു നാനോ സിം കാർഡ് പ്ലസ് മെമ്മറി കാർഡ് എന്നുള്ള രീതിയിൽ. അതുപോലെ അപ് ടു 12GB വരെ നമുക്കിതിൽ റാം എക്സ്പാൻഷൻ ആയിട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. LPDDR4X ആണ് റാം ടൈപ്പ് വരുന്നതെങ്കിൽ UFS സ്റ്റോറേജ് ടൈപ്പ് വരുന്നത് 2.2 ആണ് വരുന്നത്. എനിവേ കണക്ടിവിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഡ്യുവൽ 5G ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്. ഏകദേശം 12ഓളം 5G ആണ് ഇതിൽ സപ്പോർട്ട് ആകുന്നത്. ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്. ബ്ലൂടൂത്തിൻ്റെ 5.0 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർഷൻ വരുന്നത്. അതുപോലെ തന്നെ ഡ്യുവൽ ബാൻഡ് വൈഫൈ ഇതിൽ സപ്പോർട്ടാണ്. NFC ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. IP54 റേറ്റഡോട് കൂടിയിട്ടുള്ള ഡസ്റ്റ് ആൻഡ് സ്പ്ലാഷ് റെസിസ്റ്റന്റ് കൂടിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. Android 14 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഫൺ ടച്ച് ചോയ്സും വരുന്നത് 14 തന്നെയാണ്. എനിവേ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹാർഡ്വെയർസും ബ്ലോട്ട്വെയർസും അതുപോലെ തന്നെ ആപ്പ് സജഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ബ്ലോട്ട്വെയർസ് നമുക്ക് വേണമെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുമെങ്കിലും ഇതിൽ ആപ്പ് സജഷൻ ചിലർക്കെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നതാണ്. പക്ഷേ അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്മൂത്ത് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് എനിക്ക് സോഫ്റ്റ്വെയർ സൈഡിലും കാണാൻ സാധിച്ചിട്ടുള്ളത്. ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. 80 വാട്ടിൻ്റെ ചാർജറാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ അപ്പോൾ ലഭിക്കുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് 0 to 100 ഏകദേശം 35 to 40 മിനിറ്റ്സ് കൊണ്ട് ഫുൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരാഴ്ച യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ ബാറ്ററി പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി പെർഫോമൻസ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മളൊരു ഹെവി യൂസ് ആണെങ്കിൽ പോലും നമുക്ക് ഏകദേശം ഒരു ദിവസത്തിനടുത്ത് യൂസ് ചെയ്യാൻ സാധിക്കും. അതല്ല നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ നമുക്ക് ഒരു ദിവസത്തിന് മുകളിലും ഈസി ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്.
സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൗഡാണ്, ഭയങ്കര സൂപ്പർ ലൗഡി എന്നുള്ളൊരു ഫീൽ ഇല്ല. അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു എബോവ് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്പീക്കർ ഔട്ട്പുട്ട് ക്വാളിറ്റി ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒപ്റ്റിക്കലാണ് സെൻസർ വരുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും നമുക്കിതിൽ ഫിംഗർ ലോക്ക് വർക്ക് ചെയ്യുന്ന കാണുന്നുണ്ട്. ഇനി ഫേസ് ലോക്കിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഫേസ് ലോക്കും വളരെ പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഗെയിമിംഗ് പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടിയാണ് ഞാൻ ഇതിൽ കളിച്ചിട്ടുള്ളത്. ഏകദേശം 40 മിനിറ്റോളം ഞാൻ ഇതിൽ ഗെയിം കളിച്ചിട്ടുണ്ട്. എന്താണോ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ നിന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തത് അതിനും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ആസ്വദിക്കാൻ സാധിച്ചിട്ടുള്ളത്. അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് തന്നെ ഗെയിം കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ പറയത്തക്ക രീതിയിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നില്ല. ഈ ഒരു 40 മിനിറ്റോളം കളിച്ചത് കൊണ്ട് തന്നെ ചെറുതായിട്ട് വാമാവുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതൊഴിച്ച് നിർത്തി വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. ഓവറോൾ പറയുകയാണെങ്കിൽ നമ്മളൊരു നോർമൽ ഗെയിമർ ആണെങ്കിൽ ഒരിക്കലും ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഞാനൊരു പ്രോ ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും പറയുന്നതല്ല. നമുക്കൊരു ടൈം പാസ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മളൊരു നോർമൽ ഗെയിമർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിരാശപ്പെടുത്താത്ത ഒരു ഗെയിമിംഗ് പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് 3 ക്യാമറയാണ് പിറകിൽ കാണാൻ പറ്റുന്നെങ്കിലും ആക്ച്വലി ഇതിൽ 2 ക്യാമറ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു മൂന്നാമത്തെ കാര്യം എന്താണുള്ളത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരാം. 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ലെൻസും 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസും ഈ ഒരു മൂന്നാമത് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഫ്ലിക്കർ സെൻസർ എന്നുള്ള കാര്യം. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ഇത് എന്തിനാണ് ഉൾപ്പെടുത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. എനിവേ റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ട് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി ഡേലൈറ്റ് പെർഫോമൻസ് ഒക്കെ അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ട് തന്നെ ലഭിക്കുന്നുണ്ട്. കളേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ചില സമയത്ത് ഒരു ഇത്തിരി കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സാണ് ലഭിക്കുന്നത്. അപൂർവം ചില സമയത്ത് നമുക്കൊരു ഇത്തിരി നാച്ചുറൽ ആയിട്ടുള്ള കളർ ഔട്ട്പുട്ട് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ നല്ല രീതിയിലുള്ള ഒരു ഫോട്ടോ ഔട്ട്പുട്ട് തന്നെയാണ് ഡേലൈറ്റിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. HDR പെർഫോമൻസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. പോർട്രേറ്റ് ഫോട്ടോസും അത്യാവശ്യം നല്ല ഫോട്ടോസ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. നൈറ്റ് ഫോട്ടോഗ്രാഫിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലാണെങ്കിൽ ഗംഭീരമായിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ട് തന്നെയാണ്. എസ്പെഷ്യലി ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ ഗംഭീരമായിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ട് തന്നെയാണ് എനിക്ക് ഇതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ മാക്രോ പെർഫോമൻസ് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി അൾട്രാ വൈഡ് ലെൻസിൻ്റെ എടുത്തിരിക്കുന്ന കാര്യം എടുത്തു കഴിഞ്ഞാൽ വലിയ ഗംഭീരമായിട്ടുള്ള ഡീറ്റെയിൽ ഫോട്ടോസ് ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു കളർഫുൾ ആയിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് അൾട്രാ വൈഡ് ലെൻസിലും കാണാൻ സാധിച്ചിട്ടുള്ളത്. എനിവേ സെൽഫി ക്യാമറയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 8 മെഗാ പിക്സലിൻ്റെ പഞ്ച് ഹോൾ ക്യാമറയാണ് സെൽഫി ക്യാമറയായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഡേലൈറ്റ് പെർഫോമൻസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ചില ഫോട്ടോസിലൊക്കെ നമുക്ക് ഒരിത്തിരി സോഫ്റ്റ്നെസ് നമ്മുടെ ഫേസിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ പോർട്രേറ്റ് ഫോട്ടോസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണുന്നുണ്ട്. ഇനി HDRൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ചില സമയത്ത് സ്ട്രഗിൾ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചില സമയത്ത് നല്ല രീതിയിലുള്ള HDR പെർഫോമൻസും കാണാൻ സാധിക്കുന്നുണ്ട്. നൈറ്റ് ഫോട്ടോഗ്രാഫിയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള ഫോട്ടോഗ്രാഫി തന്നെയാണ് നൈറ്റ് ഫോട്ടോഗ്രാഫിയിലും എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇനി ഓവറോൾ ക്യാമറ പെർഫോമൻസ് വൈസ് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഒരു എബോവ് ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഏറ്റവും ടോപ്പ് ലെവൽ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ല. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസ് ആയിട്ട് തന്നെയാണ് എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. റിയർ ക്യാമറ വീഡിയോ ഫുട്ടേജ് ആണ്. ഫുൾ HD 30 ഫ്രെയിംസ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. നോർമൽ മോഡിൽ നല്ല രീതിയിൽ തന്നെ ഷേക്കിങ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി ആവശ്യമാണെങ്കിൽ സ്റ്റഡി മോഡ് എനേബിൾ ചെയ്താൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള വീഡിയോ ലഭിക്കും. അതുപോലെ തന്നെ HDR പെർഫോമൻസ് കുഴപ്പമില്ലാത്ത രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഓവറോൾ വീഡിയോ ക്വാളിറ്റി വൈസ് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഒരു ഡീസൻറ്റ് പെർഫോമൻസ് എന്നുള്ള രീതിയിൽ മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തത്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണ്. ഫുൾ HD 30 ഫ്രെയിംസ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. ഇത്തരത്തിലായിരിക്കും സ്റ്റെബിലിറ്റി കാണാൻ സാധിക്കുക. അത്ര ഗംഭീരമായിട്ടുള്ള സ്റ്റെബിലിറ്റി എന്ന് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ HDR പെർഫോമൻസ് കുഴപ്പമില്ലാത്ത രീതിയിൽ കാണുന്നുണ്ട്. ഒരു നാച്ചുറൽ കളർ എന്നുള്ള രീതിയിലാണ് ഔട്ട്പുട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ എനിക്കൊരു ഡീസൻ്റ് ആയിട്ടുള്ള വീഡിയോ പെർഫോമൻസ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് പറയുന്നതിന് മുമ്പ് എനിക്കൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം പൊതുവെ ഗൾഫ് നാടുകളിൽ നിന്നും വാങ്ങുന്ന ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകൾക്ക് ഇന്ത്യയിൽ വാറണ്ടി ലഭിക്കാറില്ല എന്ന കാര്യം. എങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ ഖത്തറിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും GCC രാജ്യങ്ങളിൽ നിന്നോ ഒഫീഷ്യൽ ആയിട്ടുള്ള സ്റ്റോക്കാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് GCC രാജ്യങ്ങളിലും അതുപോലെ തന്നെ ഇന്ത്യയിലും ഈ ഒരു സ്മാർട്ട് ഫോൺ വാറണ്ടി ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത്. കാരണം വളരെ അപൂർവമായിട്ടുള്ള സ്മാർട്ട് ഫോണുകൾക്ക് മാത്രമേ നമുക്ക് ഇന്ത്യയിൽ വാറണ്ടി ലഭിക്കാറുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിൽ ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ അല്ലെങ്കിൽ വാങ്ങിക്കൊടുക്കാനൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒഫീഷ്യൽ ആയിട്ടുള്ള സ്റ്റോക്ക് വാങ്ങിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇന്ത്യയിലും മറ്റ് GCC രാജ്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ വാറണ്ടി ലഭിക്കുകയുള്ളൂ. ഇനി ഇതിൻ്റെ പ്രൈസ് ഇവിടെ വരുന്നത് 12GB + 256GBക്ക് 1099 ഖത്തർ റിയാലാണ് വരുന്നത്. അതായത് ഏകദേശം ഇന്ത്യയുടെ 25,000 രൂപയാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു ഡീസൻറ്റ് സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെ ക്യാമറ പെർഫോമൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഹാർഡ്വെയർ എക്സ്പീരിയൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഇവൻ ആ ഒരു ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉൾപ്പെടുത്തിയ കാര്യം അല്ലെങ്കിൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സ്മാർട്ട് ഫോൺ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വിവോ സ്മാർട്ട് ഫോണുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു വിവോ V30 Lite 5G എന്ന് പറയുന്നത്. എനിവേ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ തന്നെ
വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചോളൂ. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം, ആ ഒരു കാര്യം ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിങ്ങൾക്ക് മെസ്സേജ് ചോദിക്കാവുന്നതാണ്. ചാനൽ വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളൂ. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സയ്യിദ് ഇർഷാദ്.